ഹലോ ഹായ് അസ്സാമലൈക്കും. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗിൽ എന്തായി ഇപ്പോൾ ഈ ചോറ് പൊതിയണമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മളെ കാക്കു ഡ്യൂട്ടിക്ക് പോകൽ തുടങ്ങിയിരുന്നു. അപ്പം ഞാൻ ഉച്ചക്കൊക്കെ ഫുഡ് കൊടുത്തേക്കൂട്ടോ. അപ്പം അത് പൊതിയാണ്. അപ്പം ഞാൻ 4 മണിക്ക് നീച്ചിക്കണം. അപ്പം 4 മണിക്ക് നീച്ചാലേ പോകാനാകുമ്പോഴത്തേന് അവളോട്ട് 5:45 ആകുമ്പോൾ പോവും. അപ്പോൾ തലേന്ന് തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കും ചോറ്. അതൊന്ന് തിളപ്പിച്ചൂറ്റി ചൂടാക്കിയാണ് ചൂടിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോൾ ഞാൻ തിളപ്പിച്ചൂറ്റിങ്ങാണ്ട് കൊടുക്കും ചോറ്. പിന്നെ അതുപോലെ കറിയും കാര്യമൊക്കെ ഞാൻ നീച്ചിട്ട് തന്നെയാണ് എല്ലാം ഉണ്ടാക്കൽ കേട്ടോ. പിന്നെ തലേന്നൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അത് ഒരു പഴയ ടേസ്റ്റ് അല്ലേ കാരണം. അപ്പം പുതിയ നല്ല ഫുഡ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ നീച്ചിങ്ങാണ്ട് എല്ലാം ഉണ്ടാക്കും. അപ്പം ചായയും കടിയും കറിയും പിന്നെ അതുപോലെ ചോറും കൊണ്ടുപോകാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കും. പിന്നെ ചോറൊക്കെ പൊതിയാണ്. പിന്നെ ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബേജാറാണ് കേട്ടോ. നമ്മൾ ഉറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയില്ലേ. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇടക്കിടക്ക് കൊണ്ടുവരും. അതുപോലെ സുട്ടുവിന് സ്കൂൾ മദ്രസ ഉണ്ടാകുമ്പോഴൊന്നും ഉറക്കം എനിക്ക് ശരിയാവില്ല. അപ്പോൾ ഞാൻ 4 മണിക്ക് അങ്ങനെ നീച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാവകാശം അങ്ങനെ ഉണ്ടാക്കാമല്ലോ, ബേജാറൊന്നും ആകാതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നീച്ചത്. അല്ലെങ്കിൽ സുബൈ വാങ്ങി കൊടുത്തിട്ട് നീക്കലുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ചോറുക്ക് കറി ഉണ്ടാക്കി കൊടുത്തത് ഇന്ന് പരിപ്പും തക്കാളിയും വെള്ളരിക്കൊക്കെ ഇട്ട് കറി വെച്ചിക്കണം. അതുപോലെ ഉപ്പേരിക്ക് കാബേജ് ഉപ്പേരിയും വെച്ചിക്കണം. കഷ്ണം മീൻ മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് എടുത്തൊന്ന് ഫ്രൈ ആക്കി കൊടുത്തിക്കണം. അതൊക്കെയാണ് ഇപ്പോൾ ഒന്ന് കാക്കു കൊണ്ടുപോകുന്നത്.
സൺഡേ സ്കൂളിൽ പോവാണ്. പിന്നെ കോയക്കൊക്കെ ഞാൻ എന്തെങ്കിലും സ്കില്ലായിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കും. കോയേ കാല് വേനച്ചിട്ടോ സുട്ടുവോ? കാല് വേനച്ച സുട്ടുവോ? കുടിച്ചിരിക്ക്. പോവാ ഞാൻ പോരില്ല. മതി